Is your name for me, please? Dad! Good Lord, what am I doing? I'm calling ma'am. നവംബർ 8, 2010 കാനഡയിലെ മാർഖാമിൽ രാത്രിയായിരുന്നു അത്. പാൻ കുടുംബം മറ്റേതൊരു വീടിനെയും പോലെ ശാന്തമായിരുന്നു. എന്നാൽ ആ രാത്രിയിൽ ഭയാനകമായ ഒരു സംഭവം അരങ്ങേറി. രാത്രി 10:30 മണിയോടെ 24 വയസ്സുള്ള ഒരു സ്ത്രീ ഭ്രാന്തമായി 911-ൽ വിളിച്ചു. അവൾ കരയുകയും ശ്വാസം മുട്ടുകയും ചെയ്തു. സഹായിക്കൂ, അവൾ നിലവിളിച്ചു. അവർ എന്റെ മാതാപിതാക്കളെ വെടിവെച്ചു. ഒരു ഭയാനകമായ രംഗം കണ്ടെത്താൻ പോലീസ് എത്തി. അവളുടെ അമ്മ ബിക്ക് ഹാ പാൻ മരിച്ചു. അവളുടെ അച്ഛൻ ഹാൻ പാൻ കഷ്ടിച്ച് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. ഒന്നിലധികം വെടിയേറ്റ മുറിവുകളാൽ അദ്ദേഹത്തെ കണ്ടെത്തിയത്. മുകൾ നിലയിലെ ബാനിസ്റ്ററിൽ കെട്ടിയ നിലയിൽ ജെന്നിഫറിനെ കണ്ടെത്തി. ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഏക വ്യക്തിയായിരുന്നു ജെന്നിഫർ. 3 ആയുധധാരികൾ അവരുടെ വീട് അതിക്രമിച്ചു കയറി. അവരുടെ വീട് കൊള്ളയടിച്ചു. മാതാപിതാക്കളെ വധിക്കുന്നതിന് മുമ്പ് പണം ആവശ്യപ്പെട്ടു എന്ന് ജെന്നിഫർ അന്വേഷകരോട് പറഞ്ഞു. കുറ്റകൃത്യം ഒരു റോബറി ഗോൺ റോങ് ആയി തോന്നി. പക്ഷേ സത്യം അതായിരുന്നില്ല. ഹാൻ പാൻ, ജെന്നിഫറിന്റെ അച്ഛൻ, കോമയിൽ നിന്ന് എഴുന്നേറ്റു. അദ്ദേഹത്തിന് എല്ലാം ഓർമ്മ വന്നു. കൊള്ളക്കാർ ഒരിക്കലും ജെന്നിഫറിനെ കെട്ടിയിട്ടില്ല. അവൾ സ്വതന്ത്രമായി നടക്കുകയായിരുന്നു, അവരോട് സംസാരിക്കുകയായിരുന്നു, അവൾക്ക് അവരെ അറിയാവുന്നതുപോലെ. തീവ്രമായ ചോദ്യം ചെയ്യലിൽ ജെന്നിഫർ തകർന്നു. ഞെട്ടിക്കുന്ന ഒരു സത്യം വെളിപ്പെടുത്തി. ആക്രമണം യാദൃശ്ചികമായിരുന്നില്ല. മുഖ്യ സൂത്രധാരൻ ജെന്നിഫർ തന്നെയായിരുന്നു. ജെന്നിഫർ ഇരട്ട ജീവിതം നയിക്കുകയായിരുന്നു. അവൾ ഒരു സ്ട്രെയിറ്റ് എ വിദ്യാർത്ഥിനിയായിരുന്നു. ഒരു പിയാനോ പ്രതിഭയായിരുന്നു. അങ്ങനെയാണ് അവളുടെ മാതാപിതാക്കൾ വിശ്വസിച്ചിരുന്നത്. വാസ്തവത്തിൽ അവൾ സ്കൂളിൽ പരാജയപ്പെടുകയും റിപ്പോർട്ട് കാർഡുകൾ വ്യാജമായി നിർമ്മിക്കുകയും അവളുടെ കർശനമായ മാതാപിതാക്കൾ അവളെ കാണുന്നതിൽ നിന്ന് വിലക്കിയ ഡാനിയേൽ വോങ് എന്ന വ്യക്തിയുമായി രഹസ്യമായി ഡേറ്റിംഗ് നടത്തുകയും ചെയ്തു. മാതാപിതാക്കളുടെ നിയന്ത്രണം ഭയന്ന് ജെന്നിഫർ തന്റെ മാതാപിതാക്കളെ കൊല്ലാൻ ഗൂഢാലോചന നടത്തി. $10,000 കൊലയാളികളെ നിയമിച്ചു. മാതാപിതാക്കൾ പോയാൽ അവരുടെ സമ്പത്ത് അവകാശപ്പെടാമെന്നും വോങ്ങിനൊപ്പം സ്വതന്ത്രമായി ജീവിക്കാമെന്നും അവൾ കരുതി. എന്നാൽ സത്യം പുറത്തുവന്നു. 2014-ൽ ജെന്നിഫർ പാനും സഹഗൂഢാലോചനക്കാർക്കൊപ്പം ഫസ്റ്റ് ഡിഗ്രി കൊലപാതകത്തിനും കൊലപാതക ശ്രമത്തിനും ശിക്ഷിക്കപ്പെട്ടു. 25 വർഷത്തേക്ക് പരോൾ ഇല്ലാതെ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ടു.